നമസ്തേ, പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ഇന്ത്യൻ രാഷ്ട്രീയ നഭോമണ്ഡലങ്ങളിലെ തിളങ്ങുന്ന വ്യക്തിത്വങ്ങളെ പറ്റി. ഡോക്ടർ മാരാർജി ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ദ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഓഫ് നരേന്ദ്രമോദി. രാഷ്ട്രീയ ഭാവി എന്താണ് ശ്രീ നരേന്ദ്രമോദിയുടെ എന്ന്. അദ്ദേഹത്തിന് ഇന്ന് 73 വയസ്സ് 8 മാസം 16 ദിവസം പ്രായമാണ്. രുചക മഹായോഗം ചെയ്തു നിൽക്കുന്ന ചൊവ്വ ദശ സമാപിക്കാൻ പോവുകയാണ്. 2028 നവംബർ 28 ചൊവ്വാദശ സമാപിക്കും. 7 വർഷം ദൈർഘ്യമുള്ള ചൊവ്വാദശ 2021 നവംബർ 28 ആരംഭിച്ചത്. ഈ ചൊവ്വാദശ കഴിഞ്ഞാൽ ശ്രീ നരേന്ദ്രമോദിയുടെ രാഹുദശ അദ്ദേഹത്തിന് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദശയല്ല. ശിക്ഷാക്ഷയം ഗച്ഛതി കാലപത്യയാ സുബദ്ധമൂല നിപതന്തി പാദപാഹ ജലം ജലസ്ഥാനഗതഞ്ച ശുഷ്യതി ഹുതം ച ദത്തം ച തഥേവ തിഷ്ഠതി. കർണഭാരത്തിൽ തൻ്റെ കവചകുണ്ടലങ്ങൾ ബ്രാഹ്മണവേഷധാരിയായി ഇന്ദ്രന് തൻ്റെ കവചകുണ്ടലം കർണൻ പറിച്ചു കൊടുക്കുമ്പോൾ അവിടെ ശല്യർ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് ഭാസൻ നമുക്ക് നൽകിയ ഒരു മഹത്തായ സന്ദേശമായിരുന്നു ഇത്. ശിക്ഷ ക്ഷയം ഗച്ഛതി കാലപര്യയാ. കാലം കഴിയുന്തോറും ശിക്ഷ ബുദ്ധിക്ക് നാശം സംഭവിക്കുന്നു. അത് അലിഖിതമായ ഒരു പ്രപഞ്ച സത്യമാണ്. ഒരു ദിവസം 20 മണിക്കൂർ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് തൻ്റെ ഒരു ജാതകത്തിൻ്റെ അല്ലെങ്കിൽ ഗ്രഹത്തിൻ്റെ പ്രഭാവകാലം വരെ അതറിയാതെ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു, രക്തപ്രസാദമുള്ള അധാർഷ്ട്യം നേരിടുവാനുള്ള ആത്മധൈര്യം, കരുത്ത്, സത്വം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ചൊവ്വാദശയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുദശ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവത്തിൽ നിൽക്കുന്നു. 5ാം ഭാവം പാപഗ്രഹങ്ങൾക്ക് വളരെ മോശപ്പെട്ട ഭാവമാകുന്നു. പ്രജ്ഞ, മേധ, പ്രതിഭ, വിവേകശക്തി, പുരാതനം, പുണ്യം, മന്ത്ര, അമാത്യ, തനൂജാഹ, പഞ്ചമത, സൗമനസ്യമവിചിന്യം. ബുദ്ധി, പ്രതിഭ, വിവേകശക്തി, തൻ്റെ മന്ത്രം, തൻ്റെ മന്ത്രിമാർ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു 5ാം ഭാവം. അവിടെ 5ാം ഭാവത്തിൽ നിൽക്കുന്ന പാപഗ്രഹം മൗഢ്യാദിന രുക് മൃതിർവ അപത്യസ്യ പുരാണ പുണ്യവിലയോ വേദ്യം മനക്കുണ്ഠത ക്രോധ അമാത്യ രുഗാധികം. അവിടെ മനക്കുണ്ഠത, മനസ്സിന് മാനസികമായ അസ്വസ്ഥതകൾ വരുന്ന ഒരു സമയമാകുന്നു ആ രാഹുദശ. അവിടെ ക്രോധ അമാത്യ രുഗാധികം, അമാത്യന്മാർ, മന്ത്രിമാർ അവരുടെ ക്രോധത്തിന് പാത്രീഭൂതമാകുന്നു. അവർക്ക് ക്ലേശങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെയും മാനസികമായ അവസ്ഥയെയും ബാധിക്കുന്നതാണ്. ഇപ്പോഴത്തെ ഈ ചൊവ്വാദശയിൽ തന്നെ ശ്രീ നരേന്ദ്രമോദിക്ക് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ശനിയുടെ അപഹാരം ആരോഗ്യപരമായിട്ട് അദ്ദേഹം വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടുന്ന 1 വർഷം 1 മാസം 9 ദിവസമാകുന്നു. 2024 ഏപ്രിൽ 20 ആരംഭിച്ചു. 2025 മെയ് 29 വരെയുണ്ട്. അത് കഴിഞ്ഞാൽ ബുധന്റെ അപഹാരം അദ്ദേഹത്തിന് നല്ലതാണ്. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാനുള്ള കർമ്മ മണ്ഡലത്തിൽ തിളങ്ങുവാനുള്ള ഒരു അവസരം ആ ബുധൻ കൊടുക്കും. 11 മാസം 27 ദിവസം 2025 മെയ് 29 മുതൽ 2026 മെയ് 26 വരെയുള്ള 11 മാസം 27 ദിവസം. അതിനുശേഷം വരുന്ന ചൊവ്വാദശയിലെ കേതുവിന്റെ അപഹാരം അദ്ദേഹത്തിന് വളരെയധികം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വരുന്നതാണ്. എന്ത് രോഗമാണ് നരേന്ദ്ര മോദിക്ക് വരിക? വളരെ ലളിതമായി പറയാം, അദ്ദേഹത്തിന് ഉദരസംബന്ധമായ രോഗം അലട്ടുന്ന ജാതകമായിരിക്കും ഭാവിയിൽ. അദ്ദേഹത്തിന് തണുപ്പ് തീരെ സഹിക്കാൻ വയ്യാത്തൊരവസ്ഥ, അത് ശാരീരികമായി ഹാർട്ടുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. പിന്നീട് കുംഭത്തിൽ നിൽക്കുന്ന വ്യാഴമാണ്. 5, 11 ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ വരിക. കുംഭം രാശിയിൽ വ്യാഴവുമുണ്ട്. ഇതൊക്കെ ഇദ്ദേഹത്തിന് കേൾവി സംബന്ധമായ ഇയർ ബാലൻസിങ്ങുമായി ബന്ധപ്പെടുന്ന രോഗത്തിനും വളരെയധികം സാധ്യത കൂടുതലാണ്. വളരെയധികം തൻ്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹം യോഗ ചെയ്യുന്നു, ജനങ്ങളെ യോഗ ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ അദ്ദേഹം ഭാരതത്തിൻ്റെ അഭിമാന ശാസ്ത്രമായ യോഗശാസ്ത്രത്തെ പ്രചരിപ്പിക്കുവാൻ എപ്പോഴും ബദ്ധ ശ്രദ്ധനാണ്.
ഇവിടെ ഡോക്ടർ മാരാർജി സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പല രാഷ്ട്രീയ നേതാക്കളും ചരിത്രത്തിൽ വിസ്മൃതിയിലേക്ക് മാറുന്നു കാലം കഴിയുമ്പോൾ. നീജേർ ഗച്ഛത്യുപരിജ ദശ, നീജേർ ഗച്ഛത്യുപരിജ ദശ ചക്രനേമിക്രമേണ എന്നാണ് മഹാകവി തൻ്റെ കൃതിയിൽ നമുക്ക് തന്ന സന്ദേശം. സൈക്കിൾ ചക്രം പോലെ മുകളിലും താഴേക്കും പോകുന്നു ഭാഗ്യം. മറ്റൊരു മഹാകവിയും നമുക്ക് സന്ദേശം നൽകി, ചക്രാരപങ്ക്തിരിവ ഗച്ഛതി ഭാഗ്യപങ്ക്തി. ഭാഗ്യത്തിന്റെ നിര, ശ്രേണി അത് സൈക്കിൾ ചക്രം പോലെയാണ്. വളരെയധികം മനുഷ്യന്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ കാളിദാസ മഹാകവിയും ഭാസ മഹാകവിയും അതിസമർത്ഥമായി വർണ്ണിച്ചിട്ടുണ്ട്. ഏതായാലും ശ്രീ നരേന്ദ്രമോദിക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാർജി പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.